ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹദാന ലിറ്റർജിക്കൽ ക്വിസിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുരഞ്ജന ശുശ്രൂഷയുടെ തുടർച്ചയും പൂർത്തീകരണവുമായ ദിവ്യകാരുണ്യ ശുശ്രൂഷയിലെ എല്ലാ പ്രാർത്ഥനകളും ഗീതങ്ങളും കർമ്മങ്ങളും ആരാധനാ സമൂഹത്തെ ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്നതിന് ഉപകരിക്കുന്നു. ഇതിൻ്റെ ആരംഭമായ കർത്തൃപ്രാർത്ഥനയുടെ ആമുഖ പ്രാർത്ഥന മുതൽ ദുഹീലത്ത് വരെയുള്ള ഭാഗമാണ് ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. കർത്തൃപ്രാർത്ഥനയുടെ ആമുഖമായി 2 ഉപക്രമ പ്രാർത്ഥനകളാണ് നമ്മുടെ കുർബാനക്രമത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഞായറാഴ്ചകളിലും സാധാരണ ദിവസങ്ങളിലും, കർത്താവെ ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കർത്താവിൻ്റെ മാറാനായ തിരുനാളുകളിലും മറ്റ് പ്രധാന തിരുനാളുകളിലും കാർമ്മികൻ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഉയർന്ന സ്വരത്തിൽ ചൊല്ലുന്നു. പ്രാർത്ഥന കൂടുതൽ ശക്തിയും ഫലവും നൽകുന്നതിനും പ്രാർത്ഥനയ്ക്ക് വലിയ തീവ്രതയും ഭക്തിയും ഉളവാക്കുന്നതിനും കൈകൾ ഉയർത്തിപ്പിടിക്കുന്നത് സഹായിക്കുന്നു. എളിമയുടെയും യാചനയുടെയും അടയാളവും കൂടിയാണ് കൈകൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ സമയം മുതൽ ആരാധനാ സമൂഹം എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നു. നിർമ്മല ഹൃദയത്തോടും ലെംബ ദഗിയ, പ്രസന്നവദനത്തോടും അപ്പേ ഗലിയാസ, നിഷ്കളങ്കതയോടും കൂടെ പാറേസ്യ, ദൈവസന്നിധിയിൽ നിൽക്കാനും മനോവിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനുമുള്ള അനുഗ്രഹാപേക്ഷയാണ് ഒന്നാമത്തെ ഉപക്രമ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. ഇതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് കാർമ്മികനും ദൈവജനവും ഒന്നു ചേർന്ന് കർത്തൃ പ്രാർത്ഥന ചൊല്ലുന്നത്. നർസായി ഈ പ്രാർത്ഥനയെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു: ദൈവം തൻ്റെ കൃപാതിരേകത്താൽ ശുദ്ധീകരിക്കുന്നതിനും നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നതിനും അങ്ങനെ കളങ്കരഹിതമായി അവിടുത്തെ മഹത്വത്തിനു മുമ്പിൽ നിൽക്കുന്നതിനും ആത്മധൈര്യത്തോടെ അവിടുത്തെ ആബ, ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നതിനുമുള്ള യോഗ്യതയ്ക്കായി പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. അബ്ദീശോ ഈ പ്രാർത്ഥനയെ എങ്ങനെ വിശദീകരിക്കുന്നു? ഇത് കാരുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നാം അവിടുത്തെ മുമ്പിൽ എപ്പോഴും വസിക്കുമെന്ന വാഗ്ദാനമാണത്. അവിടുന്ന് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പുത്രസഹജമായ മനോധൈര്യത്തോടുകൂടി നാം ചൊല്ലുന്നു. രണ്ടാമത്തെ ഉപക്രമ പ്രാർത്ഥനയുടെ ഉള്ളടക്കം ഇപ്രകാരമാണ്: 1. ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ സമാധാനവും ഹൃദയങ്ങളിൽ അവിടുത്തെ ശാന്തിയും പുലരണം. 2. ഞങ്ങളുടെ നാവുകൾ അവിടുത്തെ സത്യം പ്രഘോഷിക്കണം. 3. ഞങ്ങളുടെ വദനങ്ങൾ പുതിയ വീണകളാകുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും വേണം. 4. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ സ്ലീവ ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കും. 5. മിശിഹ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന മനോവിശ്വാസത്തോടെ ചൊല്ലാൻ യോഗ്യത നൽകണം. മിശിഹ കേന്ദ്രീകൃതമായ ഈ പ്രാർത്ഥനയും കർത്തൃ പ്രാർത്ഥന അർത്ഥപൂർണമായി ചൊല്ലാൻ സമൂഹത്തെ ഒരുക്കുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കമായി കർത്തൃ പ്രാർത്ഥന നിലകൊള്ളുന്നു. ദൈവത്തോടും സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെട്ട് ഗാഠമായ ഐക്യപ്പെടലിന് ഒരുങ്ങി നിൽക്കുന്ന ദൈവമക്കളാണ് ഒരുമിച്ച് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. തങ്ങളുടെ പാപങ്ങളെല്ലാം മോചിച്ച് ദൈവമക്കളുടെ പദവിയിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയ്ക്കായിട്ടാണ് സമൂഹം കാർമ്മികനോട് ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത്. ദൈവവുമായി അനുരഞ്ജനം സാധിച്ച നാം ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തോടെ ദൈവജനം ആബ, പിതാവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നു. വിശുദ്ധ കുർബാന വ്യാഖ്യാതാവായ ഗബ്രിയേൽ ഗത്രായ പറയുന്നു: ഈ സമയത്ത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നാം ചൊല്ലുന്നത് ശരിയാണ്. കാരണം മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും രഹസ്യം നാം ആവിഷ്കരിച്ചു. അതുവഴിയാണല്ലോ നാം ദൈവമക്കളായി തീർന്നത്. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുതെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് നാം ഇപ്പോൾ മനോഹരമായി വിളിക്കുന്നു. തിമോത്തി 2 വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കമായിട്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലുന്നതിനെ കാണുന്നത്. അദ്ദേഹം പറയുന്നു: സ്വർഗസ്ഥനായ പിതാവേ ഇവിടെ ചൊല്ലേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മോട് തെറ്റ് ചെയ്തവരോട് നാം ക്ഷമിക്കണമെന്ന കൽപ്പനയെ ഇത് അനുസ്മരിപ്പിക്കുന്നു. നാം ഇങ്ങനെ നമ്മുടെ മനസാക്ഷിയെ ശുദ്ധമാക്കുന്നത് മൂലം
ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. സഹോദരനോട് ഉള്ളിൽ എന്തെങ്കിലും വിദ്വേഷം വെച്ചുകൊണ്ട് ഈ രഹസ്യങ്ങൾ അനുഭവിക്കാൻ പോകുന്നവർ ശിക്ഷിക്കപ്പെടുമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. കർത്തൃപ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള കർത്താവേ ശക്തനായ സർവേശ്വര എന്നു തുടങ്ങുന്ന പ്രാർത്ഥന എംബോളിസം എന്നാണ് അറിയപ്പെടുന്നത്. കൂട്ടിച്ചേർക്കൽ എന്നർത്ഥമുള്ള എംബ്ലോൻ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് എംബോളിസം എന്ന പദം ഉത്ഭവിച്ചത്. ദിവ്യകാരുണ്യ ശുശ്രൂഷയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം വരുന്ന പ്രാർത്ഥനയെ എംബോളിസം എന്നാണ് ആരാധനാക്രമത്തിൽ വിശേഷിപ്പിക്കുന്നത്. കർത്തൃ പ്രാർത്ഥനയുടെ തുടർച്ചയും പൂരകവും എന്ന നിലയിൽ വർത്തിക്കുന്ന ഈ ശ്ലോസ കർത്തൃ പ്രാർത്ഥനയിലെ ആശയങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്നു. കർത്താവേ, മറിയ, ശക്തനായ ദൈവമേ ആലാഹ ഹൈൽസാന, നല്ലവനായ ദൈവമേ ആലാഹ താവ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ ആവൂൻ മുല് റഹ്മേ എന്നിങ്ങനെ 4 രീതിയിലാണ് എംബോളിസത്തിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും അവിടുത്തെ കാരുണ്യം അപേക്ഷിച്ചുകൊണ്ടുമുള്ള ഈ പ്രാർത്ഥനയിൽ പാപമോചനം വഴി ദൈവപുത്രരായി തീർന്നിരിക്കുന്ന തങ്ങൾ വീണ്ടും പാപത്തിൽ വീഴാനിടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവസഹായത്താൽ മാത്രം സാധിക്കുന്ന അനുഗ്രഹമാണെന്ന ബോധ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നുള്ളിടത്ത് ഇപ്പോഴും എന്ന് പറയുമ്പോൾ കാർമ്മികൻ തൻ്റെ മേൽ തന്നെ കുരിശടയാളം വരയ്ക്കുന്നു. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തിയാണ് കുരിശ് വരയ്ക്കുന്നത്. കുരിശ് അഥവാ സ്ലീവ തിന്മയ്ക്കും അതിൻ്റെ ശക്തിക്കും എതിരായ ആയുധമാണ്. ജനം ആമേൻ ചൊല്ലി അത് അംഗീകരിക്കുന്നു. തുടർന്ന് കാർമ്മികൻ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനാ സമൂഹത്തെ ആശീർവദിക്കുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുക്കമായിട്ടുള്ള ഈ സമാധാന ആശംസ സ്നേഹിക്കുവാനുള്ള ഈശോയുടെ കൽപ്പനയെയും സഭാത്മക കൂട്ടായ്മയുടെ ആവശ്യകതയെയും അനുസ്മരിപ്പിക്കുന്നു. ഐക്യത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുർബാനയിൽ മിശിഹ എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തിന് വിരുദ്ധമായി ഒന്നും ഉണ്ടാകരുത്. അബ്ദീശോ ഈ ആശംസയെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഇവിടെ വൈദികൻ പറയുന്നു, സമാധാനം നിങ്ങളോടുകൂടെ. തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് സുശിഷ്യരോട് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞതിൻ്റെ സാദൃശ്യമാണത്. ഗബ്രിയേൽ കത്രായിയുടെ വീക്ഷണമനുസരിച്ച് ഈ കർമ്മം ഉദ്ധിതൻ ശിഷ്യന്മാർക്കും സ്ത്രീകൾക്കും നൽകിയ സമാധാനത്തിൻ്റെ പ്രതീകമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്നരുളി ചെയ്തുകൊണ്ട് മിശിഹ ശിഷ്യന്മാർക്ക് നൽകിയ സമാധാനത്തിൻ്റെ അടയാളമാണ് ഈ സമയം കാർമ്മികൻ ജനങ്ങൾക്ക് ആശംസിക്കുന്ന സമാധാനം എന്ന് ബർസോബി പ്രസ്താവിക്കുന്നു. ഉത്ഥാനാനന്തരം നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ സമാധാനത്തെയാണ് കർത്തൃപ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സമാധാന ആശംസ സൂചിപ്പിക്കുന്നതെന്ന് തിമോത്തി 2 അഭിപ്രായപ്പെടുന്നു. കാർമ്മികൻ്റെ സമാധാന ആശംസയ്ക്ക് മറുപടിയായി അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് സമൂഹം പ്രതിവചിക്കുന്നു. സമാധാന ആശംസയ്ക്ക് ശേഷം കാർമ്മികൻ ബലിപീഠത്തിലേക്ക് തിരിയുമ്പോൾ വലത്തുകരം ദിവ്യരഹസ്യങ്ങൾക്ക് നേരെ നീട്ടിക്കൊണ്ട് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന് ഉദ്ഘോഷിക്കുന്നു. കുർബാന സ്വീകരിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട ജീവിത വിശുദ്ധിയെ ഈ ആശംസ അനുസ്മരിപ്പിക്കുന്നു. ഈ പ്രഘോഷണത്തിൻ്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് തെയദോറ് ഇങ്ങനെ പറയുന്നു. വിശുദ്ധമായവ വിശുദ്ധർക്കുള്ളതാകുന്നുവെന്ന് കാർമ്മികൻ ഉച്ചത്തിൽ പറയുന്നു. കാരണം ഈ ഭക്ഷണം നമ്മുടെ കർത്താവിൻ്റെ ശരീരവും രക്തവും എന്ന രീതിയിലും അതിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് മൂലവും വിശുദ്ധവും അമർത്യവുമാണ്. എല്ലാവരും ഈ ഭക്ഷണത്തിൽ പങ്കുചേരുന്നില്ല. പ്രത്യുത കുറച്ചു കാലത്തേക്കെങ്കിലും വിശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രമേ ഇത് സ്വീകരിക്കുന്നുള്ളൂ. തന്മൂലം മാമോദീസ സ്വീകരിച്ചവർ മാത്രമാണ് ഇതിൽ ഭാഗഭാക്കുകളാകുന്നത്. അവരാണ് മാമോദീസായിലൂടെ 2ാം ജനനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യഫലങ്ങൾ സ്വീകരിക്കുകയും അതുവഴി വിശുദ്ധി സ്വീകരിക്കാൻ യോഗ്യരാക്കപ്പെടുകയും ചെയ്തവർ. ഇക്കാരണത്താലാണ് വിശുദ്ധമായവ വിശുദ്ധർക്കുള്ളതാകുന്നുവെന്ന് കാർമ്മികൻ ആശംസിക്കുകയും ഈ അർപ്പണത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് നോക്കാൻ എല്ലാവരുടെയും മനസ്സ് തിരിക്കുകയും ചെയ്യുന്നത്. മാമോദീസായാൽ രഹസ്യാത്മകമായി വിശുദ്ധീകരിക്കപ്പെട്ടവർ വിശുദ്ധരാണ്. അപ്രകാരമുള്ളവർക്ക് സഭാമാതാവ് നൽകുന്ന ഭക്ഷണമാണ് മിശിഹായുടെ തിരുശരീരവും രക്തവുമെന്ന് ഈ പ്രാർത്ഥനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബർസോബി പറയുന്നു. പുരോഹിതൻ്റെ ഈ ആഹ്വാനത്തിന് 2 അർത്ഥങ്ങളാണ് തിമോത്തി 2 കൽപ്പിക്കുന്നത്. ഒന്നാമതായി,
പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് പരിശുദ്ധരായവർക്ക് പരിശുദ്ധി അനുയോജ്യമാകുന്നു. രണ്ടാമതായി, പരിശുദ്ധി എന്നത് പരിശുദ്ധ തൃത്വത്തിന് ചേർന്നതാകുന്നു. കാർമ്മികന്റെ ആശംസയ്ക്ക് മറുപടിയായി ദൈവജനം തൃത്വൈക ഫോർമുല ചൊല്ലുന്നു. ദൈവം മാത്രമാണ് പരിശുദ്ധനെന്നും നാം വിശുദ്ധരായിരിക്കുന്നത് മാമോദീസ വഴി ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുകാരാകുന്നതുകൊണ്ടാണെന്നും ഈ ഭാഗഭാഗിത്വമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് നമ്മെ അർഹരാക്കുന്നതെന്നും ഈ പ്രാർത്ഥന അർത്ഥമാക്കുന്നു. മാമോദീസ വഴി ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവകാശം അംഗീകരിച്ച് ഏറ്റുപറയുകയാണിവിടെ. പരിശുദ്ധ തൃത്വം എന്നത് ഒന്നിൽ നിന്ന് രണ്ടും രണ്ടിൽ നിന്ന് മൂന്നും എന്ന രീതിയിൽ എണ്ണാവുന്നതല്ല, മറിച്ച് ഏകമാണെന്ന് ഗബ്രിയേൽ കത്രായിയും അബ്രാഹാം ബർലീഫായും പ്രസ്താവിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ മാമോദീസായിലൂടെ പങ്കുചേർന്ന ജനത്തിന് ദിവ്യകാരുണ്യ സ്വീകരണം വഴിയായി ഉപരിപരിശുദ്ധി നേടാൻ കഴിയുന്നു. ആയതിനാൽ ദൈവിക ആളുകളുടെ പരിശുദ്ധിയും ഏകത്വവും ജനം ഒന്നു ചേർന്ന് ഈ സമയം ഏറ്റുപറയുന്നു. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന കാർമ്മികന്റെ ക്ഷണത്തിന് ആരാധനാ സമൂഹം നൽകുന്ന ഏകപിതാവ് പരിശുദ്ധനാകുന്നു എന്ന പ്രത്യുത്തരത്തിന് ശേഷം മാറാനായ തിരുനാളുകളിൽ വിരിയിടുകയും ബലിവേദിയിലുള്ളവരും സമൂഹവും രണ്ടു ഗണമായി ദിഹീലത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഓനീസ ആലപിക്കുകയും ചെയ്യുന്നു. ദിഹീലത്ത് എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം നീ ഭീതിജനകനാകുന്നു എന്നതാണ്. അനാഫറായിൽ മിശിഹായുടെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പുനരവതരണം ആചരിക്കുന്നതിനാൽ ദിഹീലത്തിൻ്റെ ഉദ്ദേശ്യം തിരുനാളിൻ്റെ സന്ദേശം പ്രകടമാക്കുകയാണ്. ഈ ഓനീസായിലെ വ്യതിയാന വിധേയമല്ലാത്ത ഭാഗം സങ്കീർത്തനം 47, 2, 68, 35, എസെക്കിയേൽ 3, 12 എന്നീ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ കോർത്തിണക്കി രൂപപ്പെടുത്തിയതാണ്. അതേസമയം മാറ്റമുള്ള ഭാഗം തിരുനാൾ ദിവസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ്. ഗബ്രിയേൽ കത്രായ പറയുന്നു, നാം ചൊല്ലുന്ന നീ ഭീതിജനകനാകുന്നു എന്ന പ്രാർത്ഥനയും അതിൻ്റെ മറുപടിയും മിശിഹ നിർവഹിച്ച രക്ഷാപദ്ധതിയെക്കുറിച്ച് സ്വർഗീയ ഗണങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്ന സ്തോത്രഗീതങ്ങളെയും അവർണ്ണനീയമായ മഹത്വ പ്രകീർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നു. സഭാശുശ്രൂഷകളുടെ വ്യാഖ്യാനം എന്ന ഗ്രന്ഥം ഈ ഗീതത്തെക്കുറിച്ച് വിശദമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്രകാരം എഴുതുന്നു. കവദാശീകരണം പൂർത്തിയായതിനാൽ രഹസ്യങ്ങളെ മിശിഹായായും പുരോഹിതരെയും ശംശാനാമാരെയും ശിഷ്യരും മാലാഖമാരുമായി പരിഗണിച്ചുകൊണ്ട് തിരുനാളിനോടുള്ള ബഹുമാനം നമ്മൾ കാണിക്കുകയും യജമാനന്റെ മുമ്പിൽ ദാസന്മാർ എന്ന പോലെ നിൽക്കുകയും രാജസ്തുതി ആലപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രക്ഷയ്ക്കായി മിശിഹ പൂർത്തിയാക്കിയ രക്ഷാപദ്ധതിയെ ഓർത്ത് മാലാഹമാർ ആലപിക്കുന്ന ഗീതത്തെയാണ് ദിഹീലത്ത് സൂചിപ്പിക്കുന്നതെന്ന് തിമോത്തി 2 അഭിപ്രായപ്പെടുന്നു. ചുരുക്കത്തിൽ, നാം സ്വീകരിക്കാൻ പോകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ഉന്നതിയും രഹസ്യാത്മകതയും ഉദ്ഘോഷിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ ദിഹീലത്ത് നമ്മെ ഒരുക്കുന്നു.